+1 അക്കൗണ്ടൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. എല്ലാ വർഷത്തെയും ഫൈനൽ എക്സാമിൽ +1 മാർച്ചിലുള്ള എക്സാമിൽ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ. ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്കൊരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടാവും. അതിലെ ഇനങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും എഴുതുക എന്നുള്ള ഒരു സംഭവം മാത്രമാണ് ഇതിലുണ്ടാവുന്നത്. ട്രയൽ ബാലൻസിന് പുറമെ ഒരു 2-3 അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ചോദിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിന് പുറമേയുള്ള ഒരു 2-3 അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടെ ഉണ്ടാവും. അതും ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ നോട്ടായിട്ട് തന്നിട്ടുണ്ട്. അതിൽ എഴുതേണ്ട ഇനങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിലെ ഇനങ്ങൾ നോക്കിയിട്ട് അത് ഏതിലേക്കാണ് വരുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിലാണോ, ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ പിന്നെ എക്സ്പെൻസ് സൈഡും ഉണ്ട്, ഇൻകം സൈഡും ഉണ്ട്. അവിടേക്ക് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും വരുന്നുണ്ടല്ലോ. ഒരു സൈഡിൽ എക്സ്പെൻസുകളാണ്, ഒരു സൈഡിൽ ഇൻകങ്ങളാണ് വരുന്നത്. അതേപോലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് ഉണ്ട്, ലയബിലിറ്റീസും ക്യാപിറ്റലും ഒരു സൈഡിലാണ് വരുന്നത്. പൊതുവെ നമ്മൾ ലയബിലിറ്റീസ് സൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് എഴുതേണ്ടത് മനസ്സിലാക്കി അതാത് സ്ഥലത്തേക്ക് എടുത്ത് എഴുതുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഇതിലുള്ളത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും 9th ചാപ്റ്ററും 10th ചാപ്റ്ററും ഇത് തന്നെയാണ്. 10th ചാപ്റ്ററിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിനോട് കൂടെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ നോട്ടിലുള്ള ആ ഫോർമാറ്റ് ഉണ്ട്, അത് നോക്കുക. പിന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു 90% ഭാഗങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാരും പരസഹായത്തോടു കൂടി ചെയ്യരുത്, സ്വന്തമായിട്ട് ചെയ്യുക. ഇപ്പോൾ ബാലൻസ് ഷീറ്റൊക്കെ ടാലി ആകാതൊക്കെ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആരുടെയും സംശയം ചോദിക്കാം. അല്ലാതെ ഒരു കാരണവശാലും മറ്റാരെങ്കിലും എഴുതുന്നതൊന്നും നോക്കി എഴുതാൻ പാടില്ല. സ്വന്തമായിട്ട് ചെയ്യുക, വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് 3 ഭാഗങ്ങളാണുള്ളത്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൽ തന്നെ 2 ഭാഗമാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ നമ്മുടെ എക്സ്പെൻസ് സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ഇനങ്ങൾ പ്രധാനമായിട്ടും ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും, പർച്ചേസും അതിൽ നിന്ന് റിട്ടേൺസ് കുറച്ചിട്ട് എഴുതും. ബാക്കി നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്ന സമയത്ത് പറഞ്ഞു തന്ന ഇനങ്ങളുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസുകൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതുക. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അതിൽ 2 സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഒന്ന് മെറ്റീരിയൽസിൻ്റെയോ അതല്ലെങ്കിൽ ഗുഡ്സിൻ്റെയോ പർച്ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലവുകൾ. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ക്യാരിയേജ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യാരിയേജ് ഇൻവേർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത വാക്കുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇറക്കുന്ന സമയത്ത് പലപ്പോഴും പോർട്ട് വഴിയോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തൊക്കെ വരുന്ന വസ്തുക്കളായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന പല തീരുവകൾ, പല നികുതികളുമുണ്ട്. അതിൽപ്പെട്ട സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇതേപോലെ തുറമുഖത്ത് കൊടുക്കുന്ന ഡ്യൂസ് ഉണ്ട്. അതിന് ഡോക്ക് എന്ന് പറഞ്ഞാൽ തുറമുഖമാണ്. ഡോക്കി ഡ്യൂസ് അല്ലെങ്കിൽ പോർട്ട് ഡ്യൂസ് അങ്ങനെയൊക്കെ പറയും. പിന്നെ അതിൽ പലതരത്തിലുള്ള നികുതികളുണ്ടായിരുന്നു. കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, പിന്നെ ഒക്ട്രോയി, കാർട്ടേജ്, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പ്രധാനമായിട്ട് വരുന്ന ഇനങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളാണ്. ക്യാരേജ് ഇൻവേർഡാണ് സാധാരണ എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാകുന്നത്. പിന്നെ അപൂർവമായി വരുന്ന കാര്യങ്ങളാണ് കാർട്ടേജ്, ഒക്ട്രോയി, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, ഡോക്കി ഡ്യൂസ്, ഇങ്ങനെയൊക്കെ വരും. ഇതിൽ വളരെ ചുരുക്കേ വരാറുള്ളൂ. പക്ഷേ സ്ഥിരമായിട്ട് വരുന്ന സംഭവം, ഓർത്ത് വെക്കേണ്ട സംഭവം ക്യാരേജ് അല്ലെങ്കിൽ ക്യാരേജ് ഇൻവേർഡ്. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ട് എങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് എഴുതേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. പിന്നെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതിൽ സ്ഥിരം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന സംഭവമാണ് വേജസ്, കൂലി കൊടുത്തത്. ഈ വേജസും സാലറിയും മാറ്റമുണ്ട്. വേജസ് പറഞ്ഞാൽ കൂലി, സാലറി എന്ന് പറഞ്ഞാൽ ശമ്പളം. ഈ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വേജസ് വരുന്നത്. അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. സാലറി എന്നുള്ളത് മറ്റ് അഡ്മിനിസ്ട്രേഷനോ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്.
ഡയറക്റ്റ് എക്സ്പെൻസുകൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. അതേപോലെ പിന്നെ അതിൻ്റെ ഇൻകം സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ 2 സംഭവം മാത്രമേ വരാറുള്ളൂ. ഒന്ന് സെയിൽസും മറ്റൊന്ന് ക്ലോസിംഗ് സ്റ്റോക്കും. സെയിൽസ് എഴുതുന്ന സമയത്ത് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറച്ചിട്ട് വേണം എഴുതാൻ. പിന്നീട് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മറ്റു വരുന്ന എല്ലാ എക്സ്പെൻസുകളും സാലറീസ്, കാരേജ് ഔട്ട്വേർഡ്, ഡിപ്രീസിയേഷന്, അഡ്വർടൈസ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, മറ്റു വരുന്ന പിന്നെ ഓഫീസ് എക്സ്പെൻസുകൾ ഉണ്ടാവും, ഓഫീസ് സ്റ്റേഷനറി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇനങ്ങൾ, പിന്നെ ചാരിറ്റി ഡൊണേഷൻ കൊടുത്തത്, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ ഇനങ്ങളും നമ്മൾ എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡിലാണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ വരുന്ന നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഇനങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, അങ്ങനെയുള്ള എന്തെങ്കിലും റിസീവ്ഡ് എന്ന് പറയുന്ന ഇനങ്ങളുണ്ടെങ്കിൽ അത് എഴുതാനുണ്ടാവും. അത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. പിന്നെ ശേഷം ബാലൻസ് ഷീറ്റ് വരും. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് ഉണ്ട്. അസറ്റ് സൈഡിൽ നമ്മൾ നോർമൽ കേസിൽ നമ്മൾ എഴുതുക, ആദ്യം കറണ്ട് അസറ്റുകളൊക്കെ എഴുതും. അത് ഇനങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിൽ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ക്യാഷ്, പിന്നെ ബാങ്ക്, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. പിന്നെ നമുക്ക് ക്യാഷ് കിട്ടാനുള്ള സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്. ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ള ബില്ലുകൾ അത് അസറ്റാണ്. കൊടുക്കാനുള്ള ബിൽസ് പേയബിൾ ഉണ്ട്, അത് ലയബിലിറ്റി ആയിട്ട് നമ്മൾ എഴുതും. പിന്നെ വരുന്ന മറ്റ് അസറ്റുകൾ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റുകളായിട്ടുള്ള ഫർണിച്ചർ, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്, പിന്നെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാണാൻ പറ്റാത്ത അസറ്റുകൾ ഉണ്ടാവും. പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വിൽ, ഇങ്ങനെയുള്ള അസറ്റുകളൊക്കെ എഴുതും. പിന്നെ എന്തെങ്കിലും ക്യാഷുകൾ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അതും അസറ്റാണ്, അത് നമ്മൾ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലാണ് എഴുതുക. ഉദാഹരണത്തിന് റെൻറ്റ് റിസീവബിൾ, കമ്മീഷൻ റിസീവബിൾ, ഇൻട്രസ്റ്റ് റിസീവബിൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടാനുള്ളതും നമുക്ക് അസറ്റാണ്. അതേപോലെ എന്തെങ്കിലും മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അസറ്റുകളാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, അതൊക്കെ നമ്മൾ എഴുതും. ഇതെല്ലാം ഓരോ അടുത്ത ചാപ്റ്ററിലും ഈ ചാപ്റ്ററിലായിട്ട് അധികം ഇനങ്ങളൊന്നും പഠിക്കും. പ്രധാനപ്പെട്ട ഇനങ്ങൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസും ക്യാപിറ്റലുമാണ് വരിക. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, അതുപോലെ എന്തെങ്കിലും എക്സ്പെൻസുകൾ കൊടുക്കാനുണ്ടെങ്കിൽ അത്, ലോണുകൾ, ബാങ്ക് ലോണ്, ഇങ്ങനെയൊക്കെയുള്ള ഇനങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ക്യാപിറ്റൽ എഴുതും. ക്യാപിറ്റലിനോട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും. ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ സ്ഥാപനത്തിൽ നിന്ന് പിൻവലിച്ച തുകയാണ്, അത് ആ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ക്യാപിറ്റൽ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യും, കൂട്ടി എഴുതും. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് പിന്നെ ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും. ഇനി പ്രോഫിറ്റിൻ്റെ സ്ഥാനത്ത് ലോസ് ആണെങ്കിൽ അത് ക്യാപിറ്റലിന് കുറക്കാനുള്ള ലെസ് ചെയ്യേണ്ട ഒരു ഇനവും ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ഓരോ ഇനങ്ങളും എവിടെയാണ് രേഖപ്പെടുത്തുന്നതെന്ന് മാർക്ക് ചെയ്ത് വെക്കണം. നമുക്ക് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന് എക്സ്പെൻസും ഇൻകം സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിന് സാധാരണ എക്സ്പെൻസുകളാണ് എക്സ്പെൻസ് സൈഡ് എന്ന് പറയാം, ക്രെഡിറ്റ് സൈഡിൽ ഇൻകങ്ങളാണ് വരുന്നത്. പിന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റും ലയബിലിറ്റി ഉണ്ട്. അവിടെ നമുക്ക് എവിടെയാണ് ഇത് രേഖപ്പെടുത്തേണ്ടതെന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ടി എന്നിട്ടു. എക്സ്പെൻസ് സൈഡിലാണ് അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഇ എന്നും രേഖപ്പെടുത്തി. ഇനി പർച്ചേസും അതേപോലെ തന്നെയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, എക്സ്പെൻസാണ്. സെയിൽസ് എന്നുള്ളത് ഇൻകമാണ്, ഇത് രേഖപ്പെടുത്തേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, അത് ഇൻകമാണ്. പിന്നെ പർച്ചേസ് റിട്ടേൺ എന്നുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, ഇത് നമുക്ക് എക്സ്പെൻസ് സൈഡിലാണ്, ഇത് ഏതിൽ ലെസ് ചെയ്യലാണ്, പർച്ചേസിൽ നിന്ന് ലെസ് ചെയ്ത് എഴുതാനുള്ള ഇനമാണ് പിന്നെ പർച്ചേസ് റിട്ടേൺ. അതേപോലെ സെയിൽസ് റിട്ടേൺ എന്നുള്ളത് ട്രേഡിംഗ് അക്കൗണ്ട് തന്നെയാണ്. പിന്നെ ഇൻകം സൈഡിൽ സെയിൽസിൽ നിന്ന് പിന്നെ റെഡ്യൂസ് ചെയ്ത് ലെസ് ചെയ്ത് വെക്കാനുള്ളതാണ്. പിന്നെ പ്രൊഡക്റ്റീവ് വേജസ്, സാധാരണ അധിക ഇനത്തിലും വേജസ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതും രേഖപ്പെടുത്തേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് എക്സ്പെൻസ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഓരോ ഇനങ്ങളും നോക്കണം. ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. പർച്ചേസ് റിട്ടേൺ കുറച്ചു. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് പെട്ടതാണ് വേജസ്, കാരേജ് ഇൻവേർഡും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ വരുന്നത്. ഇനി ഡൊണേഷൻ ആൻഡ് ചാരിറ്റി, ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് സൂചിപ്പിക്കുന്നതിന് വേണ്ടി പി എന്നുള്ള അക്ഷരം ഇട്ടു, എക്സ്പെൻസ് ആയതുകൊണ്ട് ഇ.
അതേപോലെ തന്നെ ഡെലിവറി എക്സ്പെൻസ്, ഇത് ചില സമയത്ത് നമുക്ക് കാരേജ് ഔട്ട്വേർഡ് എന്നൊക്കെ പറയും. ഇതാണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. ഇത് എക്സ്പെൻസ് ആണ്. കാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. ഡെലിവറി എക്സ്പെൻസോ അല്ലെങ്കിൽ കാരേജ് ഔട്ട്വേർഡൊക്കെ വന്നാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ ബാഡ് ഡെപ്റ്റ് എന്താ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടത്തിന് വിറ്റ് നമുക്ക് ക്യാഷ് തരാനുള്ള, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ആളുകളാണ് ഡെപ്റ്റേഴ്സ്. ഇതിൽ ചില ആളുകൾ നമുക്ക് ക്യാഷ് തരൂല, അത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെയുള്ള കിട്ടാക്കടം, അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ബാഡ് ഡെപ്റ്റ്. ഇനി മിസ്ലേനിയസ് ഇൻകം, ഇത് ഇൻകമാണ്, ഇൻഡയറക്റ്റ് ഇൻകമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഇൻകമായിട്ട് എഴുതുക, ഇൻകം സൈഡിൽ എഴുതി. ഇനി ബിൽസ് പേയബിൾ, കൊടുക്കാനുള്ള ബില്ലാണ്. പേയബിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്, ബാധ്യതയാണ്. ഇത് വരേണ്ടത് ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡാണ്. ബാലൻസ് ഷീറ്റ് സൂചിപ്പിക്കാൻ വേണ്ടി ബി, ലയബിലിറ്റി. ദെൻ റെൻറ്റ് റിസീവ്ഡ്, നമുക്ക് വാടക കിട്ടിയതാണ്, ഇൻകമാണ്. അത് എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻഡയറക്റ്റ് ഇൻകമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്, ഇൻകം സൈഡിലാണ്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലാണ്, അത് ലയബിലിറ്റി സൈഡിലാണ് എഴുതുക. ഡ്രോയിങ്സും ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് എഴുതാനുള്ള സംഭവമാണ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ്. ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഇവിടെ രണ്ട് ഇനങ്ങളുണ്ട്. ഡെബിറ്റ് കോളുണ്ട്, ക്രെഡിറ്റ് കോളുണ്ട്. ഡെബിറ്റ് സൈഡിൽ, ഡെബിറ്റ് കോളത്തിൽ വരുന്ന ഡെപ്റ്റേഴ്സും ക്രെഡിറ്റ് കോളത്തിൽ വരുന്നത് പിന്നെ ക്രെഡിറ്റേഴ്സുമാണ്. ചില സമയത്ത് നമുക്ക് രണ്ട് ഇനമായിട്ട് തരും. പിന്നെ ചില സമയത്ത് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് രണ്ട് കോളത്തിലും തരും. ഇങ്ങനെ തരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഡെബിറ്റ് കോളത്തിൽ കാണുന്ന ഡെപ്റ്റേഴ്സും ക്രെഡിറ്റ് കോളത്തിൽ കാണുന്ന ക്രെഡിറ്റേഴ്സും. ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും ഉണ്ട്. ചില സമയത്ത് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് എമൗണ്ട് കോളത്തിലും സംഖ്യ തരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം, പർച്ചേസിൻ്റെ ഓപ്പോസിറ്റ് കോളത്തിലായിരിക്കും പർച്ചേസ് റിട്ടേൺ, സെയിൽസിൻ്റെ ഓപ്പോസിറ്റ് കോളത്തിലായിരിക്കും സെയിൽസ് റിട്ടേൺ. അല്ലെങ്കിൽ പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസും ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കോളത്തിലും എമൗണ്ട് എന്നാൽ പിന്നെ ഡെബിറ്റ് കോളത്തിലുള്ള ഇത് സെയിൽസ് റിട്ടേണും ക്രെഡിറ്റ് കോളത്തിലുള്ളത് പിന്നെ പർച്ചേസ് റിട്ടേണുമാണ്. ഓർത്ത് വെക്കാനുള്ള എളുപ്പമാർഗ്ഗം, ഡെബിറ്റ് കോളത്തിൽ കാണുന്നതിൻ്റെ റിട്ടേൺ ആണ്. ഡെബിറ്റ് കോളത്തിൽ പർച്ചേസ് കാണും, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും പർച്ചേസ് റിട്ടേൺ ഉണ്ടാവുക. ക്രെഡിറ്റ് കോളത്തിലാണ് സെയിൽസിൻ്റെ എമൗണ്ട് കാണുക, സെയിൽസിന് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഓർത്ത് വെക്കണം. അപ്പോൾ പിന്നെ 2-3 ഇനങ്ങൾക്ക് അങ്ങനെ രണ്ട് സൈഡിലും എമൗണ്ട് തരാറുണ്ട്. പിന്നെ കമ്മീഷന് ഇതേപോലെ തരാറുണ്ട് എന്നൊരു സൂചിപ്പിച്ച് തരാം നിങ്ങൾക്ക്. ഇനി അപ്പോൾ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും, ഇപ്പോൾ ഇത് ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ്, ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. ഇനി ക്യാഷ് ബാലൻസ് ഷീറ്റിലെ അസറ്റാണ്, ക്യാഷ് എന്ന സ്വത്താണുള്ള അസറ്റാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റിലെ അസറ്റാണ് വരുന്നത്. ദെൻ പേറ്റൻറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റാണ്. ലാൻഡ് ആൻഡ് മെഷീനറിയും അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഇനങ്ങളുണ്ട്. ഇത് ശരിക്കും നമ്മുടെ 10th ചാപ്റ്ററിൽ വരുന്നതാണ്. 10th ചാപ്റ്ററിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് രേഖപ്പെടുത്തണം, അതിന് വേണ്ടിയിട്ട് ഇത് ഉൾപ്പെടുത്തിയതാണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഇനങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും എവിടെയെങ്കിലും ഒരിടത്ത് വരും, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും വരും. അപ്പോൾ ഇത് നമുക്ക് വരാനുള്ള രണ്ട് സ്ഥലത്ത്, ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ എഴുതണം, മറ്റൊന്ന് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എഴുതാം. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത് രണ്ട് സ്ഥലത്ത് അതിൻ്റെ സൂചകങ്ങൾ ചെയ്യാനുണ്ടാവും. ചില സമയത്ത് അസറ്റിന് കുറക്കാനോ ഇങ്ങനെ ഓരോന്നും വരുന്ന സമയത്ത് ഞാൻ പറയാം. എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന എല്ലാ ഇനങ്ങളുടെയും ഒരു ഇഫക്റ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും വരും, അതോടൊപ്പം തന്നെ ഇതിലും വരും, ബാലൻസ് ഷീറ്റിലും വരും. ഇനി നമുക്ക് തെറ്റാതിരിക്കാൻ എക്സാമിനൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഓരോ മാർഗ്ഗങ്ങൾ, ഈ ക്രെഡിറ്റ്സ് കോളത്തിൽ വരുന്ന ഇനങ്ങൾ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടാവുക, 2-3 എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ഇൻകങ്ങളും മറ്റൊന്ന് പിന്നെ ലയബിലിറ്റിയോ ക്യാപിറ്റലോ. ഈ 3 സംഭവങ്ങളാണ് ഈ ക്രെഡിറ്റ് കോളത്തിൽ വരിക. ഡെബിറ്റ് കോളത്തിൽ വരുന്ന 2 സംഭവങ്ങളേ ഉള്ളൂ, ഒന്ന് അസറ്റും മറ്റൊന്ന് എക്സ്പെൻസും. അപ്പോൾ നമ്മളിവിടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് എഴുതേണ്ടത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ്, സ്ഥാപനത്തിൻ്റെ പേര് തന്നെ എഴുതണം, ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് സ്റ്റാർ ട്രേഡേഴ്സ്. സാധാരണ 2 ലൈനിലൊക്കെ ആയിട്ടാണ് എഴുതുക, നമ്മൾ സ്പേസില്ലാത്ത 8 ലൈനിൽ എഴുതിയതാണ്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് സ്റ്റാർ ട്രേഡേഴ്സ് ഫോർ ദി ഇയർ എൻഡഡ് March 31, 2021 എന്ന് എഴുതണം കേട്ടോ. ഫോർ ദി ഇയർ എൻഡഡ്
31 മാർച്ച് 2021 അങ്ങനെ തന്നെ എഴുതണേ. ഇനി നമുക്ക് ഓരോ ഇനങ്ങളായിട്ട് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റിൽ ആദ്യം എഴുതേണ്ടത് ഇവിടെ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ തന്ന ഇനം തന്നെയാണ് 10,000. നമ്മൾ ട്രയൽ ബാലൻസിന് ഓരോ ഇനങ്ങളെടുത്ത് എഴുതുകയാണ് കേട്ടോ. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഇനം എഴുതേണ്ടത് പർച്ചേസാണ്. പർച്ചേസ് ക്യാഷും ക്രെഡിറ്റിനും വേണ്ടി ചേർത്ത് എഴുതണം. പർച്ചേസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റിട്ടേൺ ഉള്ളത് കൊണ്ട് അത് കുറച്ചിട്ടുള്ള സംഖ്യയാണ് എഴുതേണ്ടത്. ഇന്നർ കോളത്തിൽ എഴുതുക. റിട്ടേൺസ് ഉണ്ടെങ്കിൽ പർച്ചേസിന് റിട്ടേൺസ് ഉണ്ടെങ്കിൽ ഇന്നർ കോളത്തിൽ എഴുതാം. റിട്ടേൺസ് ഇല്ലെങ്കിൽ നേരിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. ലെസ് പർച്ചേസ് റിട്ടേൺ അത് കുറക്കണം. ലെസ് റിട്ടേൺ പർച്ചേസ് റിട്ടേണിൻ്റെ സംഖ്യ വരുന്നത് 600. അപ്പോൾ അത് കുറച്ചിട്ട് ബാക്കി വരുന്ന സംഖ്യ എഴുതുക 39,400. പിന്നെ നമ്മൾ ഇതിന് അടുത്ത ഇനം നോക്കുക. സെയിൽസ് ആണ്. സെയിൽസ് ചെയ്തേണ്ടത് ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ റവന്യൂസിൻ്റെ സൈഡിലാണ്. സെയിൽസ് അതിനും റിട്ടേൺ ഉള്ളത് കൊണ്ട് ഇന്നർ കോളത്തിൽ എഴുതണം. സെയിൽസ് ഇപ്പോൾ ഇവിടെ നമുക്ക് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ഇല്ലെങ്കിൽ നേരിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാമായിരുന്നു. റിട്ടേൺസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ എഴുതിയത്. ലെസ് റിട്ടേൺസ് സെയിൽസ് റിട്ടേൺ എത്രയാണ് സംഖ്യ? 200. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നത് 79,800. ഇനി ട്രയൽ ബാലൻസിൽ അടുത്തത് നോക്കാം. പ്രൊഡക്റ്റീവ് വേജസ് ആണ്. വേജസിന് അധിക എണ്ണത്തിൽ ഉണ്ടാവുള്ളൂ. അത് എഴുതാം നമുക്ക്. പ്രൊഡക്റ്റീവ് വേജസ് എത്രയാണ് സംഖ്യ? 6,000. ഈ ഇനങ്ങൾ അധികം ക്വസ്റ്റ്യനിലും ഉണ്ടാവും. ബാക്കി എന്തെങ്കിലും ഇനങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടെ എഴുതണം. ഇവിടെ നമുക്ക് അതുകൂടെ ഉണ്ട്. കാരേജ് ഇൻവേർഡ്. കാരേജ് ഇൻവേർഡ് എത്രയാണ്? 8,500. ഇനി നോക്കേണ്ടത് ഇതിലേതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ മാർക്ക് ചെയ്ത ചിഹ്നങ്ങൾ ഉണ്ടോ നോക്കുക. ഇതിലേതും വന്നിട്ടുണ്ടോ? ഇനി ഡൊണേഷൻ, ചാരിറ്റിയില്ല, ഡെലിവറി എക്സ്പെൻസില്ല, ബാഡ് ഡെപ്റ്റില്ല, മിസ്ലേനിയസ് ഇൻകം, ബിൽസ് പേയബിൾ, റെൻസ് റിസീവ്ഡ്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻവെസ്റ്റ്. അപ്പോൾ ഇതിലേതും വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എഴുതേണ്ട ഒരു ഇനം എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ നോർമൽ കേസിൽ ഉണ്ടാവില്ല. ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അത് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ടാണ് തന്നിട്ടുണ്ടാവുക. അതായത് ട്രയൽ ബാലൻസിൻ്റെ താഴെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതെടുത്ത് എഴുതുക. അത് എഴുതേണ്ട സ്ഥലം ഇവിടെയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് 2,000. ഇനി രണ്ട് സൈഡിലൂടെ നോക്കാം. നോർമൽ കേസിൽ ഈ റവന്യൂസിൻ്റെ അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ സൈഡായിരിക്കും കൂടുതൽ. ഇവിടെ 79 to 81,000 വരുന്നുണ്ട്. ഇവിടെ അത്ര സംഖ്യ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റാണ് കിട്ടുക. അപ്പോൾ ഇവിടെയാണ് അല്ലെങ്കിൽ റവന്യൂസിൻ്റെ സൈഡിലാണ് വലുതുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് എഴുതിയിട്ട് അതിന് സ്പേസ് വിട്ടിട്ട് ബാലൻസ് ചെയ്യാനുള്ളതാണ്. സ്പേസ് വിട്ടിട്ട് എഴുതുക. ഇവിടെയാണ് വലിയ എമൗണ്ട്. ഇനി ഇവിടെയാണ് വലിയ എമൗണ്ട് എങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഗ്രോസ് ലോസ് എന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 81,800 ഡബിൾ അണ്ടർലൈൻ ചെയ്യുക. 81,800 ഇത് ബാലൻസ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഈ സൈഡിൽ നിന്നുള്ള ടോട്ടൽ കണ്ടു. ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന ബാലൻസ് 17,900. 17,900. ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് തീർച്ചയായിട്ടും എന്ത് വരയ്ക്കില്ല, ഇത് ഒറ്റ ഒന്നായിട്ടാണ് വരയ്ക്കുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടുന്ന് എടുത്തെഴുതുകയാണ് വേണ്ടത്. സ്വാഭാവികമായിട്ടും എവിടേക്കാണ് പോവുക? ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതും നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്നൊരു സംഖ്യ എടുത്ത് എഴുതുക. ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഗ്രോസ് ലോസ് ആയിരുന്നെങ്കിൽ ഇവിടെയാണ് വരിക. അത് എടുത്ത് എഴുതുമ്പോൾ ഇവിടേക്ക് വരും, ഇങ്ങനെ സൈഡിലേക്ക് വരും. ഇനി ഇപ്പോൾ നമ്മൾ ഇതിലാണ് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതി, സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി ബാലൻസ് ചെയ്യുക. എത്രയാണ് നമുക്ക് ഇതിൽ ഉണ്ടാവുക?
ട്രേഡിംഗ് അക്കൗണ്ടിലുണ്ടാവുക. ഇനി വരയ്ക്കുന്നതാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ്സ് അക്കൗണ്ട് ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് എഴുതിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇനി ഇൻഡയറക്റ്റ് ഇൻകങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെയും, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ഇവിടെയുമാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മുടെ ട്രയൽ ബാലൻസിലേക്ക് നോക്കുക. ഡൊണേഷൻ ആൻഡ് ചാരിറ്റി വരുന്നത്, അടുത്ത ഇനങ്ങളൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. ഡൊണേഷൻ ആൻഡ് ചാരിറ്റി, സംഭാവനകളൊക്കെ കൊടുത്തതാണ്, ധർമ്മം കൊടുത്തതൊക്കെയാണ്. അതും എന്തിനാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. 600. പിന്നീട് വരുന്നത് ഡെലിവറി എക്സ്പെൻസ് ഇവിടെ തന്നെയാണ്. ഡെലിവറി എക്സ്പെൻസ് വരുന്നുണ്ട്, എത്രയാണ്? 6000. പിന്നീട് വരുന്നത് ബാഡ് ഡെപ്റ്റ് 600. ബാഡ് ഡെപ്റ്റ് 600. ഇനി അടുത്ത് വരുന്ന ഇൻകങ്ങളാണ്. അത് എവിടെ എഴുതുന്നത്? നമ്മുടെ ഇൻകം സൈഡിലാണ് അല്ലെങ്കിൽ റവന്യൂ സൈഡിലാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നേരിട്ട് എഴുതാനേ ഉള്ളൂ. മിസ്സലേനിയസ് ഇൻകം ഫുൾ എഴുതിയിട്ടില്ല കേട്ടോ. മിസ്സലേനിയസ് ഇൻകം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണുന്നതൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് വരിക. ക്രെഡിറ്റ് സൈഡിൽ കാണുന്നത് നിങ്ങൾ ഇവിടെയാണ് വരിക. ഇനി ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ എന്താവും? ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. പറയാം നമുക്ക്. 3000. ഇനി ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റിയാണ്, ബാലൻസ് ഷീറ്റിലാണ്. പിന്നീട് റെൻറ്റ് റിസീവ്ഡ് എന്ന അടുത്തൊരു ഇൻകം ഉണ്ട്. റെൻറ്റ് റിസീവ്ഡ് 2000. ഇനി ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്, ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്. ക്യാഷ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ പേറ്റൻറ്റ്, ലാൻഡ് ആൻഡ് മെഷീനറി, ഇതെല്ലാം എവിടേക്കുള്ളതാണ്? പിന്നെ ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഇനങ്ങൾ എഴുതി കഴിഞ്ഞു, എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇവിടെയും നോക്കാം. ഇവിടെ 17 + 5 22,000 ഉണ്ട്. ഇവിടെ ചെറിയ സംഖ്യ വരുന്നുള്ളൂ, അതുകൊണ്ട് ഇവിടെയാണ് വലിയ സൈഡ്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എവിടെയാണ് കിട്ടുക? അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് എഴുതി നമ്മൾ താഴെ സ്പേസ് ഇട്ടിട്ട് താഴെ അണ്ടർലൈൻ ചെയ്തു. വലിയ സംഖ്യ ഇവിടെയാണ്, അത് എഴുതി വെച്ച് നമ്മൾ വരുന്നത് 22,900. 22,900. അതിൽ നിന്ന് ഇവിടെ 7,200 ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 15,700. 15,700. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്നുള്ള ഈ സംഭവം കഴിഞ്ഞു. നമ്മൾ ബാലൻസ് ഷീറ്റാണ് വരയ്ക്കുന്നത്. ബാലൻസ് ഷീറ്റിന് ഹെഡിങ് എഴുതണം. ബാലൻസ് ഷീറ്റ് ഓഫ്, സ്ഥാപനത്തിൻ്റെ പേര് തന്നെ എഴുതിക്കുക. ബാലൻസ് ഷീറ്റ് ഓഫ് സ്റ്റാർ ട്രേഡേഴ്സ് ആസ്, ഒരു ഡേറ്റത്തെ ബാലൻസ് ഷീറ്റ് ആണ് തയ്യാറാക്കുന്നത്. ആസ് അറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് എഴുതുക. 31 മാർച്ച് 2021. ഇവിടെ നമ്മൾ ഫോർ ദി ഇയർ എൻഡഡ്, ഇന്ന വർഷത്തേക്കാണ് ഇത്, ഇന്ന ഡേറ്റിൽ ബാലൻസ് ഷീറ്റ് നിൽക്കാൻ തയ്യാറാക്കേണ്ടത്. രണ്ട് സൈഡ് ഇവിടെ ലയബിലിറ്റീസ് മാത്രമല്ല, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ വരും. ഇവിടെ നമുക്ക് അസറ്റുകളും തരും. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അസറ്റുകളൊക്കെ ഇവിടേക്കും ലയബിലിറ്റീസൊക്കെ ഇവിടേക്കും എഴുതി വെക്കണം. അസറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ പിന്നെ അത് രേഖപ്പെടുത്തുന്ന രണ്ട് രീതിയുണ്ട്, ഓർഡറുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ നോട്ടിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓരോന്നായിട്ട് നമ്മൾ എഴുതി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പിന്നെ ട്രയൽ ബാലൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ക്യാഷ് ഉണ്ട്, അത് എഴുതി വെച്ച് ഇവിടെ ക്യാഷ് എത്രയാണുള്ളത്? 3,000. പിന്നീട് വരുന്നത് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതിയിട്ടുണ്ട്, അത് എഴുതിയേക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് അഡീഷണൽ ഇൻഫർമേഷനിലാണ്, അത് നമ്മളിവിടെ എഴുതിയേക്കും. കറണ്ട് അസറ്റാണ്, അത് കറണ്ട് അസറ്റുകളെല്ലാം ഒന്നിച്ച് എഴുതുകയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 2,000. പിന്നെ വരുന്നത് നമ്മുടെ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഉണ്ട്. അതിൽ ഡെപ്റ്റേഴ്സ് ഇവിടെ എഴുതണം. ഡെപ്റ്റേഴ്സ് എത്രയാണ്? 6,700, 7,600. ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്, ഇവിടെയും എഴുതും. ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 7,000. ഇനി നമുക്ക് വരുന്നത് ഫിക്സഡ് അസറ്റുകളാണ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നേരിട്ട് എഴുതാനേ ഉള്ളൂ. 6,000. പിന്നെ പേറ്റൻറ്റ് 4,000.
പേറ്റൻറ്റ് 4,000. ലാൻഡ് ആൻഡ് മെഷീനറി 43,000. ലാൻഡ് ആൻഡ് മെഷീനറി 43,000. ഇനി ഇവിടെ നമ്മൾ പിന്നെ വരുന്നത് ബിൽസ് പേയബിൾ ഉണ്ട്. നേരത്തെ വിട്ടുവരീനാണ്. ഇവിടെ മുകളിലുണ്ട് നമ്മുടെ ബിൽസ് പേയബിൾ 4,000. ബിൽസ് പേയബിൾ 4,000. ഇപ്പോൾ നമ്മൾ അസറ്റുകളെല്ലാം എഴുതി. അസറ്റ് ശ്രദ്ധിക്കേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ നിന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻസിൽ വരുന്ന ഇനങ്ങൾ ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ മറ്റേതെങ്കിലും രീതിയിലായിട്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒരു സ്ഥലത്ത് വരും, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും ഒരു സ്ഥലത്ത് വരും. രണ്ട് സ്ഥലത്തും അതിൻ്റെ ഇഫക്റ്റുകൾ വരാറുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് അസറ്റുകളെല്ലാം എഴുതി, നമ്മൾ പിന്നെ ലയബിലിറ്റീസ് എഴുതി. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളാണ് എഴുതേണ്ടത്. അത് എഴുതുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റലിനോട് കൂടി ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് ഇന്നർ കോളത്തിൽ നമ്മൾ സംഖ്യ എഴുതാത്തിൽ നമ്മൾ ക്യാപിറ്റലുള്ളത് 40,000. ഇതിനോട് കൂടി ആഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 15,700. ഇപ്പോൾ വരുന്നത് 55,700 ആണ്. അതിൽ നിന്ന് ലെസ് ഡ്രോവിങ്സ്. അപ്പം ഈ ഡ്രോവിങ്സ് രേഖപ്പെടുത്തൽ ഇങ്ങനെയാണ്: ലെസ് ഡ്രോവിങ്സ് 2,000. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് വരുന്നത് 53,700. 53,700. ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഈ ക്യാപിറ്റൽ അതൊന്ന് ശ്രദ്ധിക്കാം. ക്യാപിറ്റലിനെ കൂടി നമ്മൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും. ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് സംഖ്യ എഴുതി, അതിൽ പിന്നെ ഡ്രോവിങ്സ് കുറച്ചിട്ട് ബാക്കിയുള്ള സംഖ്യയാണ് എഴുതേണ്ടത്. ഇതെല്ലാം നമ്മൾ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിലെ സംഖ്യകൾ നേരിട്ട് എടുത്ത് എഴുതിയതാണ്. ഇങ്ങനെ നമുക്ക് ടാലി രണ്ട് സൈഡും തുല്യമായുള്ള ട്രയൽ ബാലൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും? സംഖ്യ തുല്യമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ 64,700 കിട്ടും. അതേപോലെ ഈ സൈഡ് ചെയ്താലും 64,700 കിട്ടും. ഇങ്ങനെ രണ്ട് സൈഡും തുല്യമായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും തുല്യമായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ട്രയൽ ബാലൻസ് നമ്മൾ എവിടേക്കാണ് എഴുതേണ്ടതെന്ന് എഴുതി വെച്ചു. അപ്പോൾ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതേണ്ട സ്ഥലം എവിടെയായിരുന്നു? പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡിലാണ് നമ്മൾ എഴുതി വെച്ചു. രണ്ടാമത് പർച്ചേസ് ആയിരുന്നു, അതും ഇവിടെ തന്നെയാണ്. സെയിൽസ് പിന്നെ ഇൻകം സൈഡിലെ റവന്യൂ സൈഡിലാണ്, അത് എഴുതി വെച്ചു. പിന്നെ സെയിൽസും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺസ് ഉണ്ട്, അത് കുറക്കണം, അത് എഴുതി വെച്ചു. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കഴിഞ്ഞാൽ പിന്നീട് എഴുതേണ്ട ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വേജസ്, ക്യാരേജ് ഇൻവേർഡ്, പിന്നെ കുറച്ച് ഇനങ്ങളുണ്ടായിരുന്നു. ഫ്രൈറ്റ് ഇൻവേർഡ്, കാർട്ടേജ്, പിന്നെ എക്സൈസ് ഡ്യൂട്ടി, ഒക്ട്രോയ്, ഇങ്ങനെ വരുന്ന ഇനങ്ങൾ പൂർവ്വമായിട്ട് ചോദിക്കാറുണ്ട്, ഉണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുക. എന്നിട്ട് ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. നോർമൽ കേസിൽ ഈ റവന്യൂ അല്ലെങ്കിൽ ഇൻകം സൈഡായിരിക്കും കൂടുതൽ, അത് എഴുതിയിട്ട് ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എഴുതും. പിന്നീട് രണ്ട് ഡബിൾ എൻട്രിലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, ഇത് ട്രേഡിംഗ് അക്കൗണ്ടാണ്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അത് ഇവിടേക്ക് എടുത്ത് എഴുതി. ഇതിൽ പിന്നെ എഴുതേണ്ടത് ഇൻഡയറക്റ്റ് ഇൻകങ്ങൾ ഇവിടെ എഴുതും, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഇവിടെ എഴുതും. അപ്പോൾ ഇതിൽ പിന്നെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ തന്ന ക്വസ്റ്റ്യനിലധികം ഇല്ല. കൂടുതൽ ഇനങ്ങൾ ഉണ്ടാവും, ഡിപ്രീസിയേഷൻ ഉണ്ടാവും, അഡ്വർടൈസ്മെൻറ്റ്, ഇൻഷുറൻസ് തുടങ്ങിയ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും. അതെല്ലാം എഴുതിയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. അപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇനങ്ങളുടെ ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞത് ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞു, പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ ഇതൊക്കെ പറഞ്ഞു. വേജസ് ഇവിടെ എഴുതി, ക്യാരേജ് ഇൻവേർഡ് എഴുതിയിട്ടുണ്ട്. ഡൊണേഷൻ ആൻഡ് ചാരിറ്റി ഇൻഡയറക്റ്റ് ആണ്, അത് എവിടേക്ക് എഴുതി. പിന്നെ ഡെലിവറി എക്സ്പെൻസ് എഴുതിയിട്ടുണ്ട്, ബാഡ് ഡെപ്റ്റ് എഴുതിയിട്ടുണ്ട്, മിസ്ലേനിയസ് ഇൻകം ഉണ്ട്. പിന്നെ ബിൽസ് പേയബിൾ ഇവിടെയാണ്, ലയബിലിറ്റിയാണ്, അത് എവിടേക്ക് എടുത്ത് എഴുതി. റെൻറ്റ് റിസീവ്ഡ് ഇൻകം ആയിരുന്നു, ഇവിടേക്ക് എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ ചെയ്യുന്ന രീതി പറഞ്ഞു.
ക്യാപിറ്റൽ ഇന്നർ കോളത്തിൽ എഴുതി അതിന് ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ഈ നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ നമുക്ക് ആഡ് ചെയ്യുകയും വേണം. പിന്നെ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും, ഡെപ്റ്റേഴ്സ് അസറ്റാണ്, അതെവിടെ എഴുതി. ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്, അതെവിടെയും എഴുതി. ക്യാഷ് അസറ്റാണ് എഴുതിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്, അത് എഴുതിയിട്ടുണ്ട്. പാറ്റൻറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇതേപോലെ ഇപ്പോൾ ഇത് നിങ്ങളുടെ ഫോർമാറ്റിലെ ഇനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് എണ്ണം ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സൈഡിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് ചെയ്യണം. പിന്നെ ആ ഫോർമാറ്റിലെ എല്ലാ ഇനങ്ങളും ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൽ ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് ഇൻകങ്ങളുണ്ട്, ഇൻകങ്ങളെല്ലാം ഇവിടെ ക്രെഡിറ്റാണ് ചെയ്യുക. എക്സ്പെൻസുകളൊക്കെ ഇതിൻ്റെ ഈ സൈഡിലുണ്ടാവും, അത് എഴുതണം. പിന്നെ അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. ഈ 5 ഇനങ്ങളും തിരിച്ചറിഞ്ഞാലാണ് അത് എവിടേക്കാണ് എടുത്ത് എഴുതേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. മറ്റൊന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് തരുന്ന ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളത്തിലുള്ള ഇനങ്ങൾ എഴുതുന്ന സ്ഥലം, ഡെബിറ്റ് കോളത്തിലുള്ള ഇനങ്ങൾ ഒന്നാമത്തെ കോളത്തിലെ ഇനങ്ങൾ ഒന്നുകിൽ ഇവിടെ എഴുതും, അല്ലെങ്കിൽ ഇവിടെ എഴുതും. അതിൽ വരുന്നത് എക്സ്പെൻസുകളും അസറ്റുമാണ് ഡെബിറ്റ് ബാലൻസിലെ ഇനങ്ങൾ. ഇനി രണ്ടാമത്തെ കോളം ക്രെഡിറ്റ് കോളത്തിലുള്ള 8,000, 80,000, 600 തുടങ്ങുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് എഴുതേണ്ട സ്ഥലങ്ങൾ ഒന്നുകിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റവന്യൂ സൈഡിൽ, ഇൻകം സൈഡിൽ എഴുതിയേക്കും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന് ലയബിലിറ്റി സൈഡിലും. അങ്ങനെയെങ്കിലും എഴുതി വെച്ച് ഇതിൽ ഓരോ ഇനത്തിനും നമുക്ക് എക്സാമിന് നമുക്ക് 1 മാർക്കോ 1/2 മാർക്ക് വെച്ച് കിട്ടുന്നതാണ്. അതുകൊണ്ട് കഴിയുന്ന പരമാവധി സ്വന്തമായിട്ട് എഴുതാൻ നോക്കുക, ഓരോ ഇനങ്ങളും മനസ്സിലാക്കി എഴുതാൻ നോക്കുക. ഇത് ടാലി ആയിട്ടില്ല എങ്കിൽ നമ്മൾ ശരിയായി എഴുതിയ ഇനത്തിന് നമുക്ക് മാർക്ക് കിട്ടും. അവരുടെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക.